നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് സ്റ്റോപ്പ് ചെയ്ത് വേറെ എവിടെയല്ല, അമൃതയും വർഷയും കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന പ്ലേസിലായിരുന്നു. അതിന്റെ ബാക്കിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കല്യാണം കഴിഞ്ഞ എല്ലാവരും തിരിച്ച് ദേശായി ഫാമിലിയിലെത്തി. എന്താണെന്നറിയില്ല, നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാവും വീട്ടിൽ. ഇവർ മാത്രമേ ഉള്ളൂ. അയ്യോ, ഉമ്രളാദേവിയുടെ കഴുത്തിന് എന്ത് പറ്റി? കോളറൊക്കെ ഇട്ടാണ്. കോളർ അല്ലടാ പൊട്ടത്, മാലയാണ്. മാലയാണ്. ബാക്കിയത് ഇനി വർഷ അമൃതയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചോളൂ. അപ്പൊ ഉമ്രളാദേവി വർഷനോട് പറഞ്ഞു, വർഷ നീ അമൃതയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കൂ. എടേ, അനുഗ്രഹം കൊടുക്കാൻ അമൃത ആര്? ഹിമവൽ സ്വാമിയാ? ഇവള് എന്നെക്കാളും പ്രായം കുറഞ്ഞവളാ, എന്റെ അനിയത്തിയാ. അതെ, പ്രായം കുറഞ്ഞവളാണ്. അത് നിങ്ങളുടെ വീട്ടില്. ഓ, അപ്പൊ ദേശായി ഫാമിലി എത്തുമ്പോ പ്രായം കൂടോ? അത് കൊള്ളാല. അമൃത ഈ വീട്ടിലെ മൂത്ത മരുമകളാ. അല്ലേലും അമൃതയുടെ തല ഇത്തിരി മൂത്തതാ. ഞാൻ ഈ വീട്ടിൽ വരുമ്പോ മധുമതിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിയിരുന്നു. ഓഹോ, വന്നപ്പോ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് എന്ത് കാര്യം? പിന്നെ മധുമതി പറയണ എന്തെങ്കിലും ഈ ഉമ്രളാദേവി കേട്ടിട്ടുണ്ടോ? ഡബിൾ സ്റ്റാൻഡിന്റെ ആളാണ്. ഈ വീട്ടിൽ അമൃത മൂത്ത മരുമകളാണ്, എന്നും അവൾക്കായിരിക്കും മുൻഗണന. മൂത്താലപ്പോ മുൻഗണനയൊക്കെ കിട്ടൂലേ? കൊള്ളാല കളി. അമൃത ബിലേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടോ ചേച്ചി എന്നെ കണ്ണൂറ്റി നോക്കണേ? ഉമ്രളാദേവി അല്ലേ പറഞ്ഞ? വർഷയുടെ എക്സ്പ്രഷൻ എന്നിട്ട് അറിയോ? തരാടി, നിനക്ക് ഞാൻ പണി തരാ. ഈ പൂജാമുറിയിൽ ചെന്ന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം. അതിന് നീ എന്തിനാണ് ചിരിക്കണേ? പൂജാമുറി മുകളിലെ നിലയിലാക്കിയാ? നിശ്ചയത്തിന് വന്നപ്പോ താഴത്തെ നിലയിലായിരുന്നല്ലോ. സ്റ്റെപ്പ് കയറി അമൃത, ഒരു ആവശ്യമില്ലാണ്ട് മറിഞ്ഞു വീഴും. എന്തിനാന്ന് എനിക്കറിയില്ല. അർജുന്റെ റൊമാൻസ് ആ കണ്ണിലിരിക്കണേ. എന്താ നോക്ക്. അർജുൻ, ഇപ്പോഴാണ് ഈ അമ്മാമയൊക്കെ നിക്കണത് ഓർത്തേ? നേരത്തെ ഓർക്കണ്ടേ? അല്ലാതെ ഈ കയ്യും പിടിച്ചിരിക്കണത് ഇത്ര വലിയ പ്രശ്നമാണ്? അമ്മൂമ്മ കണ്ടപ്പോ കൈയെടുത്ത്, അപ്പൊ അതിലെന്തോ പ്രശ്നമുണ്ട്. അമൃതയാണ് വിളക്ക് കൊളുത്തി പൂജ ചെയ്യേണ്ടത്. എന്താ വർഷ കൊളുത്തിയ കത്തില്ലേ? വാനപ്രസ്ഥത്തിൽ ലാലേട്ടന്റെ മൂക്കിന്റെ ഇവിടെ കിടന്ന ഒരു സാധനം കഥകളി വേഷം ചെയ്തപ്പോ തന്നെ ആടിയെന്ന് പറഞ്ഞു. സിമിലർലി വർഷയുടെ നെറ്റിയിൽ കിടക്കുന്ന ചുട്ടി കാണുന്ന നോക്ക്, കലിപ്പില് തല വരെ അഭിനയിക്കുന്നു. മണിയറ നിന്നെ ഏട്ടൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ലടി. ഓ, ആ നാക്ക് കാണിച്ച് നല്ല നാത്ത്. നിന്റെ കുടുംബജീവിതം നശിച്ച് നാമാവശേഷമാവും. ഞാനുള്ളൊരു നാത്തുവിനെ കിട്ടാണ്ടില്ല, പുണ്യം ചെയ്യണം. ദേശായി ഗ്രൂപ്പിന് ജനങ്ങളുടെ ഇടയിൽ ഒരു മതിപ്പുണ്ട്. ഇപ്പൊ നല്ല മതിപ്പാ. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഓ, അപ്പൊ ജോലിക്കാരിനെയാണ് വേണ്ടത്. ആ വിശ്വാസം തെറ്റിയാ പിന്നെ ഞാൻ പൊറുക്കില്ല. പൊറുക്കരുത്. ഞാൻ പറയുന്നത് മാത്രം അനുസരിക്കാനാണ്. എല്ലാ കാര്യം ചെയ്യോ? ആഹാരം കഴിച്ചോ? കഴിച്ചു. വെരി ഗുഡ്. എന്താ രാത്രിയിൽ നീ സാധാരണ കഴിക്കാറ്? കഞ്ഞി. കഞ്ഞി. എന്നാലും അമൃത ഉമ്രളാദേവിയുടെ മുഖത്ത് നോക്കിട്ട് അങ്ങനെ വിളിക്കണ്ടായിരുന്നു. രാത്രി കഞ്ഞി വേണോന്ന് ആഗ്രഹമുണ്ടോ? അമൃത ബീലേക്ക് വേറെ കഞ്ഞിയുടെ ആവശ്യമൊന്നുമില്ല അമ്മേ. അർജുനുണ്ടല്ലോ. പിന്നെ ഊർമിള മുൻകോപക്കാരിയാ. അവള് പറയുന്നതൊക്കെ ക്ഷമയോടെ കേൾക്കണം. ഒന്നിനും പ്രതികരിക്കാൻ നിൽക്കരുത്. നിങ്ങളല്ല ഇപ്പൊ മൂത്ത മരുമകള്. ഊർമിളാദേവിയോട് പ്രതികരിക്കാനാ വർഷ വന്നിരിക്കുന്നത്. വേഗം ചെന്ന് കേറിക്കോളൂ. അമൃത ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. അവന്റെ നോട്ടം നോക്ക്. പോടന്ന്. നാണം ലേശം കൂടുതലാണ് കേട്ടോ. ഇത്തിരി കുറവാണെങ്കിലേ ഉള്ളൂ. ഈ ഗ്രാമീണ സൗന്ദര്യം എനിക്കിഷ്ടമായി. ശരിക്കും ഇന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കാം. സംസാരിച്ചോണ്ടിരിക്കണ? അന്ന് റോഡിൽ വെച്ച് ആദ്യം കണ്ടപ്പോ എന്റെ മനസ്സ് തീരുമാനിച്ചു, അമൃതയാണ് എന്റെ വധുവെന്ന്. കള്ള ശീതള. ഇങ്ങനൊന്നും സംസാരിക്കാൻ എനിക്കറിയില്ല. എനിക്കും. ഐ ശരി, അപ്പൊ സ്വപ്നായിരുന്നാ? ഞാനും വിചാരിച്ച അർജുൻ ഇത്ര റൊമാൻറ്റിക് അല്ലല്ലോന്ന്. അമൃത വലിയ പ്രതീക്ഷയിൽ ഡോറ് തുറന്നപ്പോ പാല് കൊണ്ടുവന്നത് വേലക്കാരി ജാനു. അവിടെ ഒന്നും നടന്നില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും. അടുത്ത ആള്. ഞാനിങ്ങനൊന്നും അല്ല പ്രതീക്ഷിച്ചത്. പിന്നെ എങ്ങനെയാ? സർവാഭരണങ്ങളോടും കൂടി സിന്ദൂരരേഖയിൽ കുങ്കുമൊക്കെ ചാർത്തി കുടിയിൽ മുല്ലപ്പൂ ചൂടി നാണത്താൽ തല കുനിച്ച് പോട്ടാൻ. അത് കാണുമ്പം ഒരിത് വരുമല്ലോ. ഏത്?
അല്ലേ വരില്ലേ? അതായത് ഒരു മൂഡ്. മണ്ടൻ. നിനക്കെന്താ ഈ രാത്രിയിൽ ഒരു മൂഡില്ലാത്തത്? അഭിഷേക് ബി ലൈക്ക് പുല്ല് സമ്മതിക്കൂല. ആദ്യ രാത്രി വിവാഹം കഴിഞ്ഞു തന്നെ ആവണമെന്നൊന്നും ഇല്ലല്ലോ. വിവാഹത്തിന് മുമ്പാണ്. അതിനു മുൻപ് എത്രയോ ഡേറ്റും കഴിഞ്ഞിട്ടുണ്ടാവും. എന്തൊരു ക്ഷീണോ, എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ ഇല്ലട്ടോ കളിക്കാൻ, മൂഡ് കളയാനായിട്ട്. അഭിഷേക്, നമുക്ക് ലൈറ്റ് അണയ്ക്കാം. അണക്കി അങ്ങോട്ട്, അങ്ങനെയെങ്കിലും മൂഡ് വരട്ടെ. അണയ്ക്കാം. എന്താ നോക്കിയിരിക്കാൻ, വേഗം അങ്ങോട്ട് അണക്കി. ലൈറ്റ് ഇട്ടാ എനിക്ക് ഉറക്കം വരില്ല. എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ളതാണ് ആദ്യ രാത്രി. ഇവളെ കൊണ്ട് വലിയ ശല്യായില്ല ചെക്കന്റെ മൂഡ് കളയാനായിട്ട്. ഈ രാത്രി ഞാൻ എങ്ങനെ മറക്കും? ഈ രാത്രി ഒരിക്കലും മറക്കൂല. ഹലോ, ഞാൻ ശീതൾ. അല്ലെങ്കിലും അതെ, സ്വന്തം കാര്യം നോക്കി സ്വന്തം ലൈഫിലേക്ക് മൂവ് ഓൺ ചെയ്യുമ്പോ പഴയ ടോക്സിക് റിലേഷൻ കേറി വരും ചെക്കന്റെ മൂഡ് കളയാനായിട്ട്. ഇനി നമ്മൾ തമ്മിൽ കാണാതിരിക്കട്ടെ. ശീതൾ, ശീതൾ. ട്രോമ ബൗണ്ടറി ചെക്കനെ വിഷമിപ്പിക്കുക. ആ സീതൾ വിളിച്ചില്ലായിരുന്നെങ്കിൽ അർജുന അമൃതയെ സെറ്റ് ആയേനെ. അവൾ വിളിച്ചതുകൊണ്ട് അവന്റെ മൈൻഡ് മാറി. അവളെ പന്നി, ഇതൊന്നും അറിയാണ്ട് എന്റെ അമൃത മോൾ അവിടെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. ഇവരുടെ ബെഡ്റൂമിൽ ഒളിക്യാമറ ഉണ്ടാ? ഇതാര് വെച്ച്? ഞാനത് കഴിക്കില്ല. എന്താടാ നിനക്ക് പാല് കുടിച്ചാ? അമൃത പിറ്റേ ദിവസം കട്ടല് കണ്ടാവൻ ശവ. രാവിലെ എഴുന്നേറ്റ അമൃത പാട്ടൊക്കെ പാടോ? ഇതില് ഡബിൾ മീനിങ് ഒന്നും ഇല്ലട്ടെ, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുതേ. അമൃതയുടെ പാട്ട് കേട്ട് എല്ലാവരും പൂജാമുറിയിലെത്തും. പാട്ട് കഴിഞ്ഞ് കഴിയുമ്പോ തീയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോ ഉമ്രലാദേവി എന്തോ കണ്ട് ഞെട്ടും. എന്താണത്? കണ്ണുരുട്ടുന്നു. എന്താ സീൻ? നീ സീമന്ത രേഖയിൽ കുങ്കുമം തൊടാതിരിക്കുന്നത് എന്താ? ദേണ്ട കിടക്കണ്, റെഡ് ലൈറ്റ് കത്തിച്ചില്ല. അയ്യോ, അത് ഞാൻ മറന്നുപോയതാ. അപ്പൊ അമൃതേനോട് ഇങ്ങനെ എന്താ മറന്നുപോയി? എന്നിട്ട് മറന്നുപോയി. ഇപ്പൊ വലിയ റീസൺ ഒക്കെ ഉണ്ട്. നാളെ എഴുന്നേൽക്കുമ്പോ ഭർത്താവിനെ നീ മറന്നു പോവോ? അങ്ങേർക്ക് എന്നെ ഓർമ്മയില്ല. പിന്നെ ഞാൻ അയാൾക്ക് വേണ്ടിട്ട് സിന്ദൂരം തൊടാൻ പോണെന്നാണ് അമൃതയുടെ മനസ്സിൽ. ഹസ്ബൻഡ്സ് രണ്ടുപേരും നമുക്കിവിടെ റോളില്ലടാ, ബാ പോവാ. സുമംഗലിയായ പെൺകുട്ടി സീമന്ത രേഖയിൽ കുങ്കുമം ചാർത്തിയിട്ട് വേണം പൂജ ചെയ്യാനെന്ന് അറിയില്ലേ? ഓ ശരി അമ്പ്ര. ഊർമിളെ, അവള് കൊച്ചുകുട്ടിയല്ലേ? കൊച്ചുകുട്ടിയാ? അർജുൻ ഉണ്ടല്ലോ, അർജുൻ തൊട്ട് തരും. അർജുൻ തൊട്ട് തരും. ഞാൻ ചെല്ലു. അമൃത ബി ലൈക്ക് പോണ്ടെന്ന് വേഗം തൊട്ടിട്ട് പോ. എന്റെ പൊന്നർജുന, നിന്നോട് കിഡ്നി ഒന്നുമല്ലല്ലോ ചോദിച്ചേ, ആ കുങ്കുമം ഒന്ന് തൊട്ട് കൊടുക്കാനല്ലേ? നിനക്കൊന്ന് തൊട്ട് കൊടുത്തൂടെ? എന്താ അർജുനെ, ടോയ്ലറ്റിൽ പോകുന്നുണ്ടോ? അവൻ ഓഫീസിൽ പോകാനുള്ള സമയമായി. യോ, ഇങ്ങനത്തെ ഒരു അമ്മമ്മൻ ആ കണ്ണു ഉരുട്ടിയ ടൈം മതിയല്ലോ അവൻ ആ സിന്ദൂരം എടുത്ത് തൊടാൻ. അവൻ പൊക്കോട്ടെ. അർജുൻ, നീ പൊയ്ക്കോളൂ. ആ ശീതള വിളിക്കുമ്പോ ഇരുന്ന് സൊള്ളാനായിരിക്കും ജോലി. അമൃതേ, അത് കഴിയുമ്പോ നമ്മുടെ വർഷ അമൃതേനെ പിടിച്ച് വിളിക്കും. അപ്പൊ അമൃത വർഷയ്ക്ക് ചായ കൊണ്ട് കൊടുക്കും. തൊട്ട് പിറകിൽ ഉമ്രലാദേവിയും മധുമതിയും വരും. ഞാൻ എന്നെ കണി കൊണ്ട് ഉണരട്ടെ. കണി കണ്ട് വേഗം ഉണരും. നല്ല ഫ്രഷ് കണി. ഓർക്കത്തീന്ന് എന്റെ വർഷ. ഈശ്വര, എന്റെ 10 കൊല്ലം പോയി. ആന്റി, അത് എന്താ ആന്റി? ആന്റിയാ? ആദ്യം നിന്റെ ആന്റി. എനിക്ക് അത്ര പ്രായം ആയിട്ടില്ല. നമ്മൾ ചെയ്തത് എന്തായിരുന്നു? പറഞ്ഞു കൊടുക്കും മരുമകൾക്ക്. ഇതില് പ്രധാന വിറ്റ് എന്നിട്ടെന്നറിയോ? ഈ പറയുന്ന ഉമ്രലാദേവിക്ക് ആളുടെ അമ്മയമ്മേനെ ഒരു വലിയില്ല. നിന്റെ ഭർത്താവിന്റെ ചേട്ടന്റെ ഭാര്യയാണ് അവള്. ഭക്ഷണാവിനാണെങ്കിൽ ഒട്ടും വലിയില്ല. ഈ വീട് ഭരിക്കേണ്ടവൾ. അപ്പൊ അമൃതയാണ് ഇനി ദേശായി ഫാമിലിയിലെ മുഖ്യമന്ത്രി. നാളെ രാവിലെ അമൃതയ്ക്ക് ചായ കൊടുത്തു വേണം ഉണർത്താൻ. ഇതെന്താ ബിഗ് ബോസ് സീസൺ 6 പവർ ടീമാ? ശിക്ഷയൊക്കെ വിധിക്കാൻ ഇവന് ഓഫീസിൽ പോകാൻ ടൈമായി പറഞ്ഞിട്ട് ഇതുവരെ പോയില്ലേ? ചായ ഞാൻ ചായ കുടിക്കില്ല. ചായ കുടിക്കില്ല? സെയിം പിച്ച്. കുടിക്കില്ല, ബ്ലാക്ക് ടീ മാത്രം. ബ്ലാക്ക് ടീ പിന്നെ നിക്കടാ കാപ്പിയാ? എന്താ ഇഷ്ടം? എന്റെ ഇഷ്ടമൊക്കെ അമ്മയ്ക്കറിയാം. ഓ, അമ്മയ്ക്ക് എല്ലാം ഇഷ്ടം അറിയാം. എന്നിട്ട് ശീതളിന്റെ ഇഷ്ടം എന്തുകൊണ്ട് അമ്മേനെ അറിയിച്ചില്ല? പറയടാ നീ. ജോലിക്ക് പോകുന്നത് അമ്മയോട് ചോദിക്കും. എന്താ നിന്റെ വായിൽ നാക്കില്ലേ? നിനക്ക് പറഞ്ഞെന്താ?